പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഭയുടെ സമ്മേളനങ്ങൾ കോവിഡ് സൃഷ്ടിച്ച അനിശ്ചിതത്വത്തിനൊടുവിൽ നിങ്ങളിപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തയ്യാറെടുപ്പിൻ്റെ മുന്നോടിയായി ജില്ലാതല സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഈ സമ്മേളനം ചേരുന്ന സാഹചര്യം ലോകമാകെ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഇടക്കാലത്ത് പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകളുടെയും തകർച്ചയ്ക്ക് ശേഷം ലോകമെമ്പാടും ആർത്തിരമ്പിയ ഇടതുവിരുദ്ധ പ്രചരണ കൊടുങ്കാറ്റ് സവിശേഷകരമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ചൂഷണരഹിതമായ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ അവസാനിച്ചു പോകുന്നില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ പിന്നീടുണ്ടായി. ഇപ്പോ ഈ 2022 നിൽക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മുതലാളിത്ത ചൂഷണത്തിനെതിരായ ഇടതുപക്ഷ രാഷ്ട്രീയ മുന്നേറ്റം പുതിയ പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ടാണ് വാർത്തകളിലെല്ലാം ഇരിക്കുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് തെക്കേ അമേരിക്കയിലെ ചിലി, ഇവിടെ ഇപ്പോൾ ചിലിയിൽ പോയവരെന്ന് പറഞ്ഞു ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പലരെയും സംബന്ധിച്ചിടത്തോളം ഭൂപടത്തിലെ കരീബിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഭൂപ്രദേശമാണ് ചിലി. ആ ചിലിയിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് സഖ്യം വലിയ വിജയം നേടിയതിന്റെ ആവേശനിർഭരമായ വാർത്തയാണ് പുറത്തു വന്നത്. അത് വെറും ഒരു തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഏതാണ്ട് അരനൂറ്റാണ്ട് മുൻപാണ്, 49 സംവത്സരങ്ങൾക്ക് മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായ സാൽവഡോർ അലൻഡെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വത്തിൽ അട്ടിമറിച്ച അനുഭവമാണ് ചിലിയുടെ. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കുകയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത ചിലിയുടെ പ്രസിഡന്റായ സാൽവഡോർ അലൻഡയെ വധിക്കുകയും ചെയ്ത ചരിത്രമാണ് ചിലിയുടെ. എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യപ്രകൃതിയുടെ കറപുരണ്ട സാമ്രാജ്യത്വത്തിന്റെ ചരിത്രം ലോകമാധ്യമങ്ങൾ പലപ്പോഴും സൗകര്യപൂർവ്വം മറച്ചു വെക്കുന്നതായാണ് നമുക്ക് കാണാനാകുന്നത്. അലൻഡെ കൊല്ലപ്പെട്ടു, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടു, ഇതിഹാസ തുല്യനായ കവി പാബ്ലോ നെരൂദ കൊല്ലപ്പെട്ടു. അങ്ങനെ ആഗസ്റ്റോ പിനോഷോയുടെ സ്വേച്ഛാധിപത്യ വാഴ്ചയിലേക്ക് ചിലി വഴുതിയിരുന്നു. അവിടുത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെയും കൊന്ന ശേഷമേ ആ വലതുപക്ഷ വിജയം, അവരുടെ ഭരണാരോഹം അവസാനിക്കൂ എന്ന നിലയാണ് അതുണ്ടായി. അന്ന് സാൽവഡോർ അലൻഡയുടെ കുടുംബം രാഷ്ട്രീയ അഭയം നേടി ക്യൂബയിലേക്കാണ് പോയത്. ചിലിയിൽ പലായനം ചെയ്യേണ്ടതായി വന്നു. ഇപ്പോൾ അരനൂറ്റാണ്ടാവുകയാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു തിരിച്ചടി നേരിട്ടാൽ അത് അനാദികാലത്തേക്കുള്ള തിരിച്ചടിയായി നിലനിൽക്കുമെന്നാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. എന്നാൽ സാധാരണ രക്തസാക്ഷി ദിനാചരണ വേളകളിലൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: ഒന്ന് കുഴിച്ചിട്ടാൽ 1000 പിന്നെയും പിന്നെയും ഞങ്ങൾ മുളച്ചു പൊങ്ങും എന്ന മുദ്രാവാക്യം. അത് ആവേശത്തള്ളിച്ചയുടെ നിമിഷാർത്ഥങ്ങളിൽ നാം ആലങ്കാരികമായി പുറപ്പെടുവിക്കുന്ന വാക്യപ്രയോഗങ്ങളല്ല, അർത്ഥപൂർണമായ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. അതിന് ചരിത്രം സാക്ഷിയാണ്. ഇപ്പോ ചിലിയെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് സഖ്യം വിജയിക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന്റെ നേതാവായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ ബോറിക്. 36 വയസ്സാണ്. 36 വയസ്സുകാരനായ യൗവനയുക്തനായ ഒരു ചെറുപ്പക്കാരൻ, ചിലിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യുവാവ് ചിലിയുടെ പ്രസിഡന്റാവുകയാണ്. SFIക്കാർക്ക് സന്തോഷിക്കാൻ
അദ്ദേഹം അവിടുത്തെ വിദ്യാർത്ഥി നേതാവായിരുന്നു എന്നതാണ് പ്രത്യേകത. സർവകലാശാല വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള മഹത്തായ വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഗബ്രിയേൽ ബോറിക് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ ഗവൺമെന്റിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേര് നിങ്ങൾ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. മായ ഫെർണാണ്ടസ് സലന്റെ പേര് കേട്ടത് മലയാളികളാണ്. മായ ഫെർണാണ്ടസ് സലന്റെ അവർ 1972 സാൽവഡോറിലെ കൊല ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രീയ അഭയാർത്ഥികളായി ക്യൂബയിലേക്ക് പലായനം ചെയ്ത അലൻഡയുടെ കുടുംബം അങ്ങനെ പലായനം ചെയ്തതിനെ കുറിച്ച് സൂചിപ്പിച്ചു. ആ അലൻഡയുടെ പേരക്കുട്ടിയാണ്, ചെറുമകളാണ് കഴിഞ്ഞ ദിവസം ചിലിയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അത് കാലത്തിന്റെ ഒരു കാവ്യ രീതിയാണ്. ചിലി വീണ്ടും ചുവപ്പ് പതാക ഉയർത്തിപ്പിടിക്കുകയാണ്. ലോക രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചിലിയുടെ സമീപമുള്ള മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് പെറു. വലിയൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഒരു വലിയ രാജ്യം. പെറുവിലും സമാനമായ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ചരിത്രമുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് അവർ ആൽബർട്ടോ ഫ്യൂജിബോറി എന്ന സ്വേച്ഛാധിപതി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ കോണ്ടോർ എന്ന കുപ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ യുദ്ധം ആരംഭിച്ചത്. 10,000-കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചോര കൊണ്ട് പെറു ആർദ്രമായി മാറി. ആ അനുഭവങ്ങളാണ് പെറുന്നത്. പക്ഷെ അവർ നശിച്ചു പോയില്ല ഇടതുപക്ഷ രാഷ്ട്രീയം. ഈ ആവർത്തിച്ച അതിക്രമങ്ങളെ, വേട്ടയാടലുകളെ അതിജീവിച്ച് നശിച്ചു പോകാതെ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിട്ട് ഇപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ചിലിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെട്ട പെറുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെട്ട സഖ്യം അധികാരത്തിലേക്ക് വന്നു. അവിടെയും ചരിത്രത്തിലെ ഒരു പ്രത്യേകത നമുക്ക് ദർശിക്കാനാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി പെട്രോ കാസ്ട്രിയോ വിജയിക്കുമ്പോൾ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പേര് കെയ്കോ ഫ്യൂജിബോറി എന്നാണ്. കെയ്കോ ഫ്യൂജിബോറി ആൽബർട്ടോ ഫ്യൂജിബോറിയുടെ മകളാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യുന്നതിന് എല്ലാ സൈനിക ശക്തിയെയും ഉപയോഗിച്ച് പെറുവിന്റെ ചരിത്രത്തിലെ ഏറ്റവും കിരാതനായ സ്വേച്ഛാധിപതി അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകൾ അതേ രാഷ്ട്രീയ ധാരയുടെ വക്താവായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങൾ ദയാരഹിതമായി അവരെ വിചാരണ ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. പെറു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കുകയാണ്. ഹോണ്ടുറാസ് മധ്യ അമേരിക്കൻ രാജ്യമാണ്. ഹോണ്ടുറാസിനും ഇതുപോലെയാണ് സമാനമായ ചരിത്രം. ഹോണ്ടുറാസിൽ ഏതാനും മാസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റത് ഷിയാമാരോ കാസ്ട്രോ എന്ന വനിതയാണ്. ഷിയാമാരോയുടെ ഭർത്താവായിരുന്ന മാനുവൽ സെലേയാണ് അതിനു മുൻപ് ഹോണ്ടുറാസിന്റെ പ്രസിഡന്റായിരുന്നു. അവരെ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലുകളെ തുടർന്നാണ് അട്ടിമറി സംഭവിക്കുന്നത്. മാനുവൽ സെലയെ ബന്ധിതനാക്കിയ രാജ്യത്തിന്റെ പുറത്ത് തള്ളുകയാണ്. ആ മാനുവൽ സെലയുടെ ജീവിത പങ്കാളിയാണ് ഇപ്പോ ഹോണ്ടുറാസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ അനുഭവങ്ങൾ ലോകത്തിലെ ഒറ്റപ്പെട്ടതല്ല. സാക്ഷാൽ സോവിയറ്റ് യൂണിയന്റെ ആ വിപ്ലവ പൈതൃകം ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന റഷ്യയിൽ നടന്ന തെരഞ്ഞെടുപ്പ് സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വോട്ടും സീറ്റും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായി ഈ ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ്. അവിടെ അധികാരത്തിലേക്ക് വരുന്ന നിലയിലേക്കൊന്നും വളരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പ്രതീക്ഷാനിർഭരമായ മുന്നേറ്റം റഷ്യയിലുണ്ടായി. ഏറ്റവും കൂടുതൽ സീറ്റും വോട്ടും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർജിക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത് മുതലാളിത്ത ചൂഷണത്തിന്റെ മനുഷ്യത്വരാഹിത്യത്തിനെതിരെ ലോകമെമ്പാടും മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസമാണ് എന്ന മുദ്രാവാക്യം കൂടുതൽ ശക്തമായി ഉയരുന്ന ഒരു കാലമാണ്. സാർവദേശീയ രംഗത്തെ രാഷ്ട്രീയ ചലനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നവർക്ക് ഈ മാറ്റം കാണാം. ആ മാറ്റം പകർന്നു നൽകുന്ന ആവേശത്തിന്റെ കൂടി അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാം രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം SFIയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും തിളക്കമാർന്ന ജൈത്രയാത്രയുടെ വിജയത്തിന്റെ ജൈത്രയാത്രയുടെ നിറവിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൂടെ
മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 126 കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 117 SFI അഭിമാനകരമായ വിജയം നേടിയിരിക്കുന്നതാണ്. വലിയ വിജയം നേടി. 127 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 116 ജയിക്കുക എന്നത് ഏതൊരു സംഘടനയെയും മോഹിപ്പിക്കുന്ന വിജയമാണ്, മഹത്തായ വിജയമാണ്. അപ്പോഴാണ് മലയാള മനോരമ ന്യൂസ് ചാനലിൽ ഒരു വാർത്ത, ക്യാമ്പസുകളിൽ KSUവിന്റെ ആറാട്ട്. മലയാള ഭാഷ അറിയുന്ന ഏതെങ്കിലും ആളുണ്ടെങ്കിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരുടെ കണ്ണടിച്ചു പൊട്ടിക്കും. ഇത് SFIയോടുള്ള വിരോധമല്ല, മലയാള ഭാഷയോട് ബഹുമാനമാണ്. ആറാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ ആ വാർത്ത എഴുതിയ ലേഖകൻ മലയാള ക്ലാസ്സിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ മലയാള അധ്യാപകരോടൊപ്പം കടുത്ത വിരോധമായിരുന്നു. തോറ്റു പുന്നം പാടുന്നതിനെ ആറാട്ട് എന്ന് പറയുന്നു. മനോരമ ന്യൂസ് ചാനൽ അങ്ങനെയാണ് പറയുന്നത്. അപമാനകരമായ പരാജയം ഏറ്റുവാങ്ങി തലകുനിച്ച് നിൽക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ ആറാട്ട് എന്നാണ് വിശേഷിക്കുന്നത്. നമുക്കറിയില്ല. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അവരുടെ ഓൺലൈനിൽ മറ്റൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. എറണാകുളം ജില്ലയിലെ 41 കോളേജുകളിൽ 37 SFI ജയിച്ചു. പക്ഷെ അവരുടെ അമ്മൂമ്മയുടെ ആറാട്ട് മാറ്റിയിട്ടില്ല. ഇതാണ് പ്രത്യേകത. ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതുവായ ശൈലി. SFIയുടെ ഗൗരവിക്കാൻ വല്ലാത്ത വ്യഗ്രതയോടെയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ഈ കാലം അത്രയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോ വിജയം നേടുമ്പോഴും SFIക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് ആ വിജയം കേരളത്തിലെ കലാലയങ്ങളിൽ SFI ഉയർത്തിപ്പിടിക്കുന്ന തെളിമയാർന്ന മാനവികതയുടെ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ് എന്നതുകൊണ്ടാണ്. ഒരു മാധ്യമത്തിന്റെയും പിന്തുണ, ഒരക്ഷരം കൊണ്ടെങ്കിലുമുള്ള പിന്തുണ നാളിതുവരെ നമുക്കുണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്താണ് തോന്നുന്നു, ലോ കോളേജിൽ ഒരു പെൺകുട്ടിയെ SFI മർദ്ദിച്ചു എന്ന് പറഞ്ഞൊരു വിവരമാണ്. അപ്പൊ പെൺകുട്ടികളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആരും ന്യായീകരിക്കാത്തൊരു കാര്യമാണ്. അത് SFI ചെയ്താലും തെറ്റാണ്. അപ്പൊ അത് വലിയൊരു വാർത്തയായിട്ട് മാറി. ടെലിവിഷൻ ചാനലുകളിൽ അത് ചർച്ചാ വിഷയമായി മാറി. പെൺകുട്ടികളെ ആക്രമിക്കാമോ? ആ ചോദ്യത്തിന് തന്നെ അടിസ്ഥാനപരമായ ഒരു വിഷയമുണ്ട്. പെൺകുട്ടികളെ ആക്രമിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് ആൺകുട്ടികളെ ആക്രമിക്കാൻ പാടില്ല, ആരെയും ആക്രമിക്കാൻ പാടില്ല, ആണായാലും പെണ്ണായാലും ആക്രമിക്കാൻ പാടില്ല. പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന ആവുകയും ചെയ്യും. അപ്പോ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന ദൃശ്യത്തിൽ ഒരു സംഘർഷമാണ്. അപ്പൊ അവർക്ക് നിലയിൽ കയ്യേറ്റമായിട്ടുണ്ടാവും. എന്നാൽ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യാത്തൊരു ദൃശ്യം നവമാധ്യമങ്ങളിൽ പുറത്തു വന്നു. അതിൽ നിലത്ത് കിടക്കുന്ന ഒരാളെ ഈ പെൺകുട്ടി കാണിക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംഘർഷത്തിൽ ഒരു പെൺകുട്ടി ആക്രമിക്കുന്നത് കാണുന്നത്. അപ്പൊ ഗുണ്ടകളുടെ ഇടയിൽ ലിംഗസമത്വം കൈവന്നിരിക്കുന്നത് വേണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വീട് കിടക്കുന്നവരെ അടിച്ചാൽ തിരിച്ചടി കിട്ടുമോ എന്നത് ചിലർക്കൊരു ചോദ്യമായിരിക്കും. പക്ഷെ മാനവരാശിയുടെ വികാസ പരിണാമ പ്രക്രിയയിലുടനീളം ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഒരു സംശയം ഉണ്ടായിട്ടില്ല. അത് സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും എന്നതാണ് എല്ലാ കാലത്തും ചരിത്രം നൽകിയിട്ടുള്ള മതം. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഘർഷത്തെ പ്രത്യേകമായ നിറം പകർന്നു നൽകി സ്ത്രീകൾക്കെതിരായ അതിക്രമണമാണ് എന്നൊക്കെ വരുത്തി SFIയെ ആക്രമിക്കാൻ സജ്ജരായിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഒരു മാസം മുൻപാണ് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ആര്യ ആക്രമിക്കപ്പെട്ടു. പെൺകുട്ടി എന്ന് മാത്രമല്ല, രക്തസാക്ഷിയായ അജയ് പ്രസാദിന്റെ സഹോദരിയാണ്. അജയ് പ്രസാദ് രക്തസാക്ഷിത്വം ഭരിച്ച ആ സമയം ഞാൻ ഇപ്പോഴും ഇന്നലെ എന്ന പോലെ ഓർമ്മിക്കുന്നു. അത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതല നിർവഹിക്കുന്ന സമയമായിരുന്നു. അജയ് പ്രസാദിന്റെ ഓരോ അസ്ഥിയും തല്ലി ഒടിച്ച് മജ്ജയും മാംസവും രക്തവും കൂടിക്കലർന്നാണ് ആ സഖാവ് നമ്മൾ വിട്ടുപിരിക്കുന്നത്. ആ രക്തസാക്ഷിയുടെ സഹോദരിയാണ് ആര്യ. ആ ആര്യയാണ് KSU ക്രൂരമായി ആക്രമിച്ചത്. ആര്യാണെങ്കിലും ആക്രമിച്ചു KSU പറഞ്ഞില്ല. അവരെ സഹപ്രവർത്തകർ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു. ഒരു മാധ്യമവും ചർച്ച ചെയ്തിട്ടില്ല. ഒരു പത്രവും ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ആക്രമിച്ചതിന്റെ ക്രൂരതയെ സംബന്ധിച്ച് ആശങ്കപ്പെട്ടിട്ടില്ല. ഇതൊരു പാഠമാണ് SFIക്കും മലയാളികൾക്കാകെ. SFI പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട അത്
ആസ്വദിക്കേണ്ടതാണ് എന്ന മനോനിലയാണ് നമ്മുടെ പ്രധാന മാധ്യമങ്ങൾക്കുള്ളത്. എന്നാൽ ഒരു സംഘർഷത്തിൽ അക്രമം അഴിച്ചു വിട്ടതിന് ശേഷമാണെങ്കിൽ പോലും ഒരു KSUക്കാർക്കെതിരായി എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ അതൊരു ലോകമഹാസംഭവമായി മാറുകയും ഈ അനീതിയും നെറുകേടും അല്പവും വെള്ളം ചേർക്കാത്ത പോലെ കേരളത്തിൽ ഇപ്പോഴും തുടരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതായിരുന്നു. അപ്പോഴാണ് ഒരു MP ആവശ്യപ്പെട്ടു അത്ര SFI നിരോധിക്കണം എന്നാണ്. SFI നിരോധിക്കണം എന്നാണ് ആവശ്യം. തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും തിരിച്ച് KSUവിനെ നിരോധിക്കണമെന്ന് പറയാൻ നിങ്ങൾക്കാർക്കും സാധിക്കില്ല. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇതിനോടകം തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം നിരോധിച്ച് കഴിഞ്ഞ ഒരു സംഘടനയാണ് KSU. അതിനെങ്ങനെയാണ് നമുക്ക് വീണ്ടും നിരോധിക്കണം എന്ന് പറയാനാവില്ല. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരു സംഘടനയെ നിരോധിക്കണമെന്ന് പറയാൻ പറ്റും. ഇതിനെ ഓൾറെഡി നിരോധിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥി സമൂഹം. എന്നാൽ ചരിത്രത്തിൽ KSUവിന് ഒരു സുവർണ കാലം ഉണ്ടായിരുന്നു. അത് നമ്മൾ കാണാതിരുന്നു. SFI ജന്മമെടുക്കുന്ന കാലം KSUവിന്റെ സുവർണകാലമായിരുന്നു. കേരളത്തിന്റെ കലാലയങ്ങളിലാകെ KSUവിന് വലിയ സ്വാധീനവും ശക്തിയും ഉണ്ടായി. 1970 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരുവനന്തപുരം പെരിങ്ങമലയിലെ ഇക്ബാൽ കോളേജിന്റെ ജൂനിയർ കോളേജിൽ മാത്രമാണ് നമ്മൾ ജയിച്ചിരുന്നത്. ഒരൊറ്റ കോളേജ് SFI. ബാക്കി എല്ലായിടത്തും KSU ആണ് ജയിച്ചത്. അവിടെ നിന്നാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോളേജുകളിലും വിജയപതാക പാലിപ്പിക്കാൻ കഴിയുന്ന മഹാപ്രസ്ഥാനമായി നാം വളർന്നു പന്തലിച്ചത്. ആ വളർച്ചയുടെ പിന്നിൽ ത്യാഗസമ്പൂർണവും വീരസാഹസികവുമായ 1000 സമരേതിഹാസങ്ങളുടെ ചരിത്രം. അടിയന്തരാവസ്ഥ കാലം, എന്തെന്ന് അനുഭവം, മഹത്തായ രക്തസാക്ഷിത്വം. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ നിങ്ങളുടെ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടെല്ലാം അവതരിപ്പിക്കാനിരിക്കുകയാണ്. എത്ര സഖാക്കൾ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടതായി. ധീരജിന്റെയും അഭിമന്യുവിന്റെയും ഒക്കെ ചിത്രം ഈ വേദിയിൽ തന്നെ. ജീവിതത്തിന്റെ വസന്തകാലത്ത് തല്ലിക്കൊഴിക്കപ്പെടേണ്ടി വന്ന എത്ര രക്തപുഷ്പങ്ങൾ. ആ ത്യാഗപൂർണമായ അനുഭവങ്ങൾക്ക് കേരളത്തിന്റെ കലാലയങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കലാലയങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടത് എത്ര വിദ്യാർത്ഥി നേതാക്കൾ. കേരളത്തിലെ ഓരോ കലാലയങ്ങൾക്കും ഒന്നുകിൽ ഒരു രക്തസാക്ഷിത്വത്തിന്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിന്റെ വക്കോളമെത്തിയ ഒരു ഭീകരാക്രമണത്തിന്റെ അനുഭവം SFIയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി നമുക്ക് വായിച്ചെടുക്കാനാണ്. ചിലതെല്ലാം ഒരു പക്ഷേ ഇപ്പോ വിസ്മൃതിയിലായിട്ടുണ്ടാവും. എന്നാൽ ചരിത്രം ഒന്ന് പരതി നോക്കിയാൽ മനുഷ്യരക്തത്തിന്റെ ഗന്ധമുള്ള ആ മഹത്തായ ചെറുപ്പുനിൽപ്പിന്റെ കാലഘട്ടം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എത്ര പേർ രക്തസാക്ഷിത്വം, എത്ര ധീരന്മാരായ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് വെച്ച് പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു. ജീവിതകാലത്തിലുടനീളം പേറേണ്ടി വന്ന നിത്യമായ ശാരീരിക ക്ഷതങ്ങൾ, വൈകല്യങ്ങൾ SFI പ്രവർത്തകരായതിന്റെ പേരിൽ അനുഭവിക്കേണ്ടതായി വന്നു. ഇങ്ങനെ എത്ര അനുഭവങ്ങളാണ് കേരളത്തിൽ. ആ ഒരു ഘട്ടത്തിൽ ഈ മനുഷ്യ കശാപ്പിനെതിരായി KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം മനുഷ്യ കുരുതിക്കെതിരായി ഒരു വാക്കുപോലും മനോരമയും മാതൃഭൂമിയും ആരും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, കേരളത്തിലൊരു പൊതുബോധം ഈ പത്രങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ആ പൊതുബോധം SFIക്കാരും അക്രമം നടത്തരുത്, KSUക്കാരും അക്രമം നടത്തരുത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. SFIക്കാരെ കൊല്ലാൻ പാടില്ല, KSUക്കാരെ കൊല്ലാൻ. അതിന് ഏത് KSUക്കാരാണ് കൊന്നതും? ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം കഴിയില്ല. SFI പ്രവർത്തകരുടെ കൈകൊണ്ട് ഒരു KSUക്കാരനും ഇന്ന് വരെ കൊല്ലപ്പെട്ടില്ല. പക്ഷേ മാതൃഭൂമിയും മനോരമയും കൂടി സൃഷ്ടിച്ചെടുത്തൊരു പൊതുബോധം ഏതൊക്കെ KSUക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ധീരന് കൊല്ലപ്പെട്ടപ്പോഴാണ് നവമാധ്യമങ്ങളുടെ മുൻകൈയിൽ നടന്ന ഒരു രാഷ്ട്രീയ സംവാദത്തിന്റെ പശ്ചാത്തലം എന്ന പോലെ ഈ വസ്തുത ഒരർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ ചർച്ചയായി. പല പ്രമുഖരായ ആളുകൾ അത്ഭുതത്തോടെ അത് ചോദിച്ചു, SFIക്കാരുടെ കൈകൊണ്ട് ഒരു KSUക്കാരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ലെന്നോ? അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായി. കാരണം മറിച്ചൊരു ബോധമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ SFIയുടെ കരുത്തതാണ്. ഈ ഭൂമിയോളം ക്ഷമിക്കാനാവുക, ആകാശത്തോളം ഉയരാൻ കരുത്തുള്ളവർക്കാണ്. ക്ഷമയുണ്ടാകുന്നത് കരുത്തില്ല. ഈ മഹത്തായ പൈതൃകത്തെയും പാരമ്പര്യത്തെയും എല്ലാ കാലവും ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്കാവണം.
തുടർച്ചയായി ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ, അടിയേറ്റുവാങ്ങുമ്പോഴും പരിക്ക് പറ്റി ചോര ഒലിക്കുമ്പോഴും അക്രമകാരികളെന്ന് മാധ്യമങ്ങളാൽ മുദ്ര കുത്തപ്പെടുമ്പോഴും നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ മാനവികതയെ നമ്മുടെ ത്യാഗം കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയണം. അപ്പോഴാണ് ക്യാമ്പസുകൾ അടിയുറച്ച SFIയോടൊപ്പം നിൽക്കുക. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ കലാലയങ്ങളിൽ പോയി നിങ്ങളുടെയൊക്കെ കോളേജുകളെന്തോ, നിങ്ങളുടെ കോളേജുകളൊന്നും ഈ അടുത്ത കാലത്ത് ഞാൻ വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവിടെ ഇപ്പോ ഭൂരിപക്ഷവും വിദ്യാർത്ഥികൾ പെൺകുട്ടികളായിരിക്കും, അല്ലെ? നിങ്ങളുടെ കോളേജ് എങ്ങനെയാണോ? അതൊന്നാണ് ഞാൻ കരുതുന്നത്. ഇടയ്ക്ക് ഏതെങ്കിലും കോളേജുകളൊക്കെ പരിപാടിക്കുമ്പോൾ അവിടെ അങ്ങനെ നടക്കാം. മഹാഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പൊതുവായ ഒരു സ്വഭാവം അക്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, അക്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കാത്ത മനോഭാവം. പൊതുവിൽ പെൺകുട്ടികൾ സമാധാനവാദികളാണ്, സമാധാന കാക്ഷികളാണ്. നമ്മുടെ തിരുവനന്തപുരം കോളേജിലെ ദേശീയകാര്യ പോലുള്ളവർ ഒന്നോ രണ്ടോ ഉണ്ടാവും, ബാക്കിയൊക്കെ സമാധാന കാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നവർക്ക് പിന്തുണ കിട്ടില്ല കലാലയം. KSU കലാലയങ്ങളിൽ ഒറ്റപ്പെടാൻ കാരണം അവർ നടത്തിയ അങ്ങേയറ്റത്തെ മനുഷ്യപ്രവൃത്തികൾ കൊണ്ട്, ആക്രമണങ്ങൾ കൊണ്ട്. അതുകൊണ്ടാണ് അത് ഒറ്റപ്പെട്ടത്. 70കളിൽ കേരളീയ കലാലയങ്ങളിൽ ഉണ്ടായിരുന്ന KSUവിന്റെ മേധാവിത്വം തകർന്നു പോയത് അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. ഓരോ രക്തസാക്ഷിത്വങ്ങളെയും കലാലയങ്ങൾ വൈകാരികമായി അണയിക്കുവാനും, ഓരോ SFI പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോഴും ആ രാഷ്ട്രീയത്തോടൊപ്പം അണിനിരക്കാൻ കേരളീയ കലാലയങ്ങൾ സന്നദ്ധമാവുകയാണ്. ഒരിക്കലും അക്രമ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത മനോഭാവമാണ് നമ്മുടെ കലാലയങ്ങളുടെ മനോഭാവം. കേരളീയ കലാലയങ്ങൾ KSUവിനെ വെറുപ്പോടെ അകറ്റി നിർത്തിയത്, അറപ്പോടെ ആട്ടി അകറ്റിയത് അവരുടെ ചോര കൊതി മൂലമാണ്. അത് നാം തിരിച്ചറിയേണ്ടതായി. ആ തിരിച്ചറിവിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും വിദ്യാർത്ഥി സമൂഹത്തിന് അഭിമാനിക്കാൻ കഴിയും വിധം ഔന്നത്യമുള്ളതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കലാലയങ്ങൾ നൂതന ചിന്തയുടെ പ്രഭവ കേന്ദ്രങ്ങളായി മാറണം. ലോകം നിങ്ങളെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്നത്തെ ക്യാമ്പസുകളെയാണ് നമ്മുടെ ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എല്ലാ കാലത്തും ക്യാമ്പസുകളിൽ നിന്നാണ് നവീനമായ ചിന്തകൾ ഉയർന്നു വന്നിട്ടുള്ളത്. ലോകത്തെ മാറ്റിമറിച്ച പല സാഹസികമായ സമരങ്ങളും ആരംഭിച്ചത് ക്യാമ്പസുകളിൽ നിന്നാണ്. കൊടുങ്കാറ്റ് കൂടുവെച്ച കലാലയങ്ങൾ എന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തുന്ന അർത്ഥവത്തായ ഒരു പ്രയോഗം. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും ആകെ ചരിത്രം അങ്ങനെ സമരതീക്ഷ്ണമായ പുതിയ നവനവങ്ങളായ ചിന്തകൾ കൊണ്ട് സമ്പന്നമായ കലാലയങ്ങളുടെ ഇടപെടലുകളുടെ ചരിത്രമാണ്. നമ്മുടെ മഹാന്മാരായ വിപ്ലവകാരികളിൽ ഏറിയ പങ്കും ക്ലാസ് മുറികളിൽ നിന്ന് ഇറങ്ങി വന്നവരാണ്. ഇപ്പോ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി EMS തൃശ്ശൂരിലെ സെന്റ് തോമസ് കോളേജിൽ നിന്നാണ് സമരമുഖത്തേക്ക് കടന്നത്. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ BA ഹിസ്റ്ററി വിദ്യാർത്ഥിയായിരുന്നു EMS. ക്ലാസ് മുറിയിൽ നിന്നാണ് നേരെ സമരമുഖത്തേക്ക് കടന്നത്. ഭഗത് സിംഗ് ലാഹോറിലെ നാഷണൽ കോളേജിലെ വിദ്യാർത്ഥിയായി. ആ ഭഗത് സിംഗാണ് ബ്രിട്ടനെ അക്ഷരാർത്ഥത്തിൽ കിടിലം കൊള്ളിച്ച മഹത്തായ വിപ്ലവ പോരാട്ടത്തിന്റെ നേതൃത്വമായി യുവാവായിരിക്കെ തൂക്കുകയറി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഐതിഹാസികമായ വിപ്ലവ ജീവി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സമരമുഖത്തേക്ക് കടന്നത്. അങ്ങനെ എഴുതിയാലൊരു മാത്രം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ലെനിൻ കസാരി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി നേതാവായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ച സർവകലാശാല അധികൃതർക്കെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് പൊരുതിയതിനാണ് ലെനിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. അങ്ങനെ പുറത്താക്കപ്പെട്ട ലെനിനാണ് തൊഴിലാളികൾക്കിടയിൽ തന്റെ വിപ്ലവ പ്രവർത്തനത്തിന് പിന്നീട് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും കലാലയങ്ങൾ ഇങ്ങനെ മഹാന്മാരായ വിപ്ലവകാരികളെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നാളത്തെ ഒരു ലെനിൻ ഉണ്ടാകും, ഒരു EMS, ഒരു ഭഗത് സിംഗ്. ചിലപ്പോൾ ഉണ്ടായില്ലാന്നില്ല. അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഈ കാലം പക്ഷെ നിങ്ങളിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നു. പുതിയ ആശയങ്ങളുടെ, പുതിയ ചിന്തകളുടെ, പുതിയ മുദ്രാവാക്യങ്ങളുടെ, പുതിയ സംഘടനാ പ്രവർത്തന ശൈലിയുടെ പുത്തൻ പാഠങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ നിന്നും ഉയർന്നു വരണം. തീക്ഷ്ണമായ തർക്കങ്ങളും സംവാദങ്ങളും ഉയർന്നു വരണം. അതിന് നേതൃത്വം കൊടുക്കാൻ, അതിന്റെ ബൗദ്ധിക നേതൃത്വമായി മാറാൻ SFIക്ക് സാധിക്കും. കാരണം
നമ്മുടെ രാജ്യം ഇന്ന് അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ 1000 എണ്ണമുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നാം തിരിച്ചറിയേണ്ടത് ഇന്ത്യൻ മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളി തന്നെ. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത അത് ഇന്ത്യയുടെ ആധാരശിലയാണ്, ഇന്ത്യയുടെ അടിത്തറയാണ്. മതനിരപേക്ഷത എന്ന അടിത്തറയിൽ കെട്ടിയുയർത്തിയ രാജ്യമാണ്. ആ അടിത്തറ തകർന്ന ഇന്ത്യ തന്നെ. മതനിരപേക്ഷത ഇന്ത്യൻ ഭരണഘടനയുടെ ആധിപത്യത്തിലെ ഒരു വാക്ക് മാത്രമല്ല. ചില ആളുകളുടെ ധാരണ ഭരണഘടന തയ്യാറാക്കിയപ്പോ ഭരണഘടനാ ശില്പികൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരായതുകൊണ്ട് ഇന്ത്യ മതനിരപേക്ഷമായി മാറി എന്നതാണ്. അല്ല, ഭരണഘടനാ ശില്പികൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചവരായി, അതൊരു സംശയമില്ല. പണ്ഡിറ്റ് നെഹ്റു, അംബേദ്കർ ഒക്കെ മതനിരപേക്ഷ ചിന്താഗതിക്കാരായി. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്, ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപ്, ഇന്ത്യ ഉണ്ടാകുന്നതിന് മുൻപ് ഈ നാട് മതനിരപേക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നതാണ് സത്യം. മതനിരപേക്ഷത എന്ന വാക്കുണ്ടാകുന്നതിന് മുൻപ് ഇവിടെ മതനിരപേക്ഷത ഉണ്ടായിരുന്നു. അതൊരു കൗതുകരമായ കാര്യം. മതനിരപേക്ഷത ഒരു ആധുനിക പദമാണ്, ഒരു പുതിയ വാക്കാണ്. പക്ഷെ മതനിരപേക്ഷത എന്ന വാക്ക് ജന്മമെടുക്കുന്നതിന് മുൻപ് ആ വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഇന്ത്യയിലുണ്ടായി. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യയില്ല, അസംഖ്യം നാട്ടുരാജ്യങ്ങളാണ്. പക്ഷെ ആ നാട്ടുരാജ്യങ്ങളാകുന്ന ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളിൽ മതനിരപേക്ഷത എന്ന പദം പ്രതിനിധാനം ചെയ്യുന്ന ആശയം രൂഢമൂലമായി. നിങ്ങളിപ്പോ സ്കൂളിൽ പഠിക്കും, നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കും. അശോക ചക്രവർത്തി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. അശോകന്റെ പ്രത്യേകത എന്താണ്? അശോകൻ കലിംഗ യുദ്ധാനന്തരം ബുദ്ധമതം സ്വീകരിച്ചു എന്നാണ്. ഈ പാഠപുസ്തകങ്ങളിലെ ഭാഷയുടെ പ്രത്യേകത സംസ്കൃതവൽക്കരിക്കപ്പെട്ട മലയാളമായിരിക്കും എന്നാണ്. ബുദ്ധമതം സ്വീകരിച്ചു എന്നാണ്. ബുദ്ധമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യം ബുദ്ധമതമല്ല, ബുദ്ധമതക്കാരനാണെങ്കിൽ പിന്നെ ബുദ്ധമതം സ്വീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആദ്യം ബുദ്ധമതക്കാരനായിരുന്നില്ല, പിന്നെ ഇടയ്ക്ക് വെച്ച് ബുദ്ധമതം സ്വീകരിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞ മതം മാറി. മതം മാറിയ ആദ്യത്തെ ചക്രവർത്തിയാണ് ആര്? അശോകൻ. എന്തിനാണ് അശോകൻ മതം മാറിയത്? കലിംഗ യുദ്ധാനന്തരം യുദ്ധം വിജയിച്ച് യുദ്ധം പരാജയപ്പെട്ട് നിരാശരായി വന്നിട്ട് മതം മാറിയതാണ്. യുദ്ധം വിജയിച്ചു. വിജയശ്രീലാളിതനായ ചക്രവർത്തി യുദ്ധഭൂമി സന്ദർശിക്കുകയും അപ്പൊ അവിടെ കണ്ട കാഴ്ചകളാണ് അദ്ദേഹത്തിന് വലിയ മാനസികമായ പരിവർത്തനം ഉണ്ടാകുന്നത്. ചിതറിക്കിടക്കുന്ന മൃതശരീരങ്ങൾ, സഹചരഞ്ഞ മൃതശരീരങ്ങൾ, ഒഴുകിപ്പടർന്ന രക്തം, കുറ്റവരെ നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികളുടെ വിലാപം, കണ്ണുനീരും ചോരയും കൂടിപ്പടഞ്ഞ യുദ്ധഭൂമിയാണ്. ഭൗതികമായ വിജയങ്ങളുടെ അർത്ഥരാഹിത്യത്തെ കുറിച്ച് അശോകനെ ബോധ്യപ്പെടുത്തുന്നത്. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ബുദ്ധമതം എന്ന് വെച്ചാൽ അദ്ദേഹം മതം മാറും. ഞാനിവിടെ പരാമർശിക്കാൻ കാരണം രാജാവ് മതം മാറി. അന്ന് അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ മതമായിരുന്നില്ല ബുദ്ധമതം, അവിടുത്തെ മൈനോറിറ്റി റിലീജിയൻ. അപ്പൊ രാജാവ് ന്യൂനപക്ഷ മതത്തിലേക്ക് മാറി. അപ്പോ പ്രജകളോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കലാപമോ സംഘർഷമോ ഉള്ളതായി ചരിത്രം പറയുന്നില്ല. ഒരു കലാപം ഉണ്ടായില്ല, ഒരു സംഘർഷം ഉണ്ടായില്ല. അത് രാജാവിന്റെ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യമായി കാണാനുള്ള മാനസികമായ പക്വത അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്നു എന്ന് വേണം കാണാൻ. രാജാവ് മാറിയപ്പോൾ അത് രാജാവിന്റെ കാര്യം അതാണ്. എന്നാൽ ഈ 2022 സ്ഥിതി എന്താണ്? രാജാവും മന്ത്രിയും പഞ്ചായത്ത് ഒന്നും ആകണ്ട, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇതര മതത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരിയെ വിവാഹം ചെയ്യുന്നു എന്ന് വന്നാൽ ചിലയിടത്തൊക്കെ, എല്ലായിടത്തും പറഞ്ഞു, ചിലയിടത്തൊക്കെ ഒരു 3-4 മഹാനുഭവത്തിൽ അത് മതിയെന്നാണ്. കാരണം വല്ലാതെ ആ വിഷയം ഉയർത്തി ഒരു കലാപത്തിന് കഴിയുന്നില്ലെങ്കിലും നവമാധ്യമങ്ങളിലൂടെയെങ്കിലും ചില കൗതുകകരമായ അഭിപ്രായ പ്രകടനങ്ങളുടെ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഞാനതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കിടക്കുന്നു. അപ്പൊ പറഞ്ഞു വന്നത് ക്രിസ്തുവിന് മുമ്പ് തന്നെ മതവിശ്വാസം, മതപരിവർത്തനം
ഇത്തരം കാര്യങ്ങളെ സമചിത്തതയോടെ കാണാനുള്ള വിവേക ബുദ്ധി നമ്മുടെ സമൂഹത്തിലുണ്ടായി, ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായി. അതിന്റെ രൂപപരിണാമമാണ് മതനിരപേക്ഷ ആ ചിന്ത. ഇപ്പൊ ബ്രിട്ടീഷ് കാലഘട്ടം നിങ്ങൾ നോക്കൂ, 190 സംവത്സരമാണ് ഏകദേശം ബ്രിട്ടൻ ഇന്ത്യയിൽ രാഷ്ട്രീയ മേധാവിത്വം വഹിച്ചത്. 1787 പ്ലാസി യുദ്ധം മുതൽ ആദ്യം കപ്പലിൽ, പിന്നീട് ഗവൺമെന്റ് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം കൈയാളി. ഈ ഘട്ടങ്ങളിലാകെ ഭരണനിർവഹണത്തിന് വേണ്ടി ഇവിടേക്ക് നിയോഗിക്കപ്പെട്ടവരാരായിരുന്നു? ഇവിടുത്തെ ഗവർണർ ജനറൽമാർ, വൈസ്രോയിമാർ, ജുഡീഷ്യൽ ഓഫീസർമാർ, ഡിസ്ട്രിക്ട് ബോർഡ് കളക്ടർമാർ. മതപരമായി ചിന്തിച്ചാൽ ഇവരെല്ലാം ക്രൈസ്തവരായിരുന്നു. ബ്രിട്ടനിൽ നിന്നും വാർദ്ധക്യസും ബൗദ്ധമാറ്റവും മൊട്ടേവും ചെറിസ്പോളും ഗുരുവിനും അല്ല. ബ്രിട്ടനിൽ ഒരു നയമുണ്ട്, ഇന്ത്യ ഭരിക്കാൻ ഗവർണർ ജനറലായി ബ്രിട്ടീഷ് നയമുണ്ടല്ലോ. അത് മാത്രമല്ല, ഒരു നമ്പൂതിരി, ഒരു ഈഴം ഒക്കെ ക്രൈസ്തവരാണ്. അന്ന് ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ എത്രയാണ്? 1% ഉണ്ടാവില്ല. ഇന്ത്യയിലെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിരുന്നു ക്രിസ്ത്യാനിറ്റി. പക്ഷേ ഈ 190 കൊല്ലം ബ്രിട്ടനെതിരെ ആർത്തിരമ്പിയ സമരമുഖങ്ങളിൽ എത്ര മഹാസമരങ്ങളുണ്ടായി, എത്ര ഐതിഹാസികമായ രക്തസാക്ഷിത്വങ്ങളുണ്ടായി. ആശയ വിഭാജനം ആഞ്ഞടിച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു സമരമുഖത്ത് പോലും 1% പോലും ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റിക്ക് ഭരിക്കാനുള്ള അവകാശം എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയും ബ്രിട്ടീഷുകാരന്റെ മതത്തെ പരാമർശിക്കുന്ന ഒരു മുദ്രാവാക്യം ഉയർന്നിട്ടില്ല. ബ്രിട്ടന്റെ മതം നമുക്കൊരു പ്രശ്നമില്ല. ആ മതം സമരമുഖത്തെ ഒരു ആയുധമായി മാറിയില്ല. മതനിരപേക്ഷതയുടെ മകുടോദാഹരണമായാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നത്. ആ കാലം ഒരിക്കലും മതത്തെ നവീകരിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഇവിടെ തെരഞ്ഞെടുപ്പുണ്ട്, ജനാധിപത്യമുണ്ട്. ഏതൊക്കെ മതവിഭാഗത്തിൽപ്പെട്ടവരെ ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കുന്നു? ഇപ്പോ ജയ്പൂരിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗവും ആ പ്രസംഗത്തെ വ്യാഖ്യാനിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരായി. എത്ര വ്യാഖ്യാനിച്ചാലും പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടും രണ്ടാണ്. സത്യം ഏത് രാഹുൽ ഗാന്ധി പറഞ്ഞാലും നമ്മൾ കൊണ്ടിരിക്കും. ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടും രണ്ടാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം പറയുന്നതാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അദ്ദേഹം പറയുന്നത് ആര് പറഞ്ഞു? രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ പറഞ്ഞിട്ടില്ല, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ പറഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ HP കാമത്തൊരിക്കൽ എഴുതിയൊരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്കുകൊണ്ടല്ല ആരംഭിക്കേണ്ടത്, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന വാക്കുകൊണ്ട് വേണം പറയാൻ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാദഗതി അവതരിപ്പിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാദഗതിയെ ശക്തിയുക്തം ഖണ്ഡിച്ചത് ഹൃദയനാഥ് കുത്സൂറാണ്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ആരുടേത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യ ആരുടേത്? ഇന്ത്യ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും മതരഹിതരുടെയും എല്ലാ മതത്തിലും പെട്ടവരുടേതും ഒക്കെയാണ്. ഈ ഇന്ത്യയിൽ ജീവിക്കുന്നവരാരോ അവരുടേതാണ് ഇന്ത്യ. അതിന് പല മതത്തിൽപ്പെട്ടവരുണ്ട്, ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ട്, ഇവരുടെ ഒക്കെയാണ് ഇന്ത്യ. അപ്പോ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അപ്പോ വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് ഇതെന്റെ രാജ്യമല്ല എന്ന് തോന്നും. അതാണ് പ്രശ്നം. ദൈവനാമത്തിൽ എന്ന് നിങ്ങൾ ഭരണഘടനയുടെ ആദ്യ പേര് എഴുതി വെച്ചാൽ വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് തോന്നും ഇതെന്റെ രാജ്യമല്ല, ഒരു അന്യഥാബോധം തോന്നും. അപ്പോ അങ്ങനെ പാടില്ല. ഇത് അവിശ്വാസിയുടെയും കൂടിയാണ്. വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും എല്ലാ മതത്തിലും പെട്ടവന്റെ ഒക്കെയാണ്. അതാണ് മതനിരപേക്ഷതയുടെ അടിസ്ഥാനം. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ അത് രാഷ്ട്ര സങ്കല്പമാണ്. മതനിരപേക്ഷ രാഷ്ട്രം എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം രാഷ്ട്രത്തിന് മതമില്ല, എന്നാൽ ജനങ്ങൾക്കോ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാതെയും ഇരിക്കാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങൾക്കൊരു മതം ഇഷ്ടമാണ്, ശരി, നിങ്ങൾക്കത് വിശ്വസിക്കാം. ആ മതത്തിന്റെ ആചാരാനുഷ്ഠാന പ്രകാരം ജീവിക്കാം, ആ മതത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം.
നിങ്ങൾക്ക് ഒരു മതത്തിന് താല്പര്യമില്ലെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെയും ജീവിക്കാം, ആരും വിളിച്ചു കൊല്ലാൻ പറ്റില്ല. അങ്ങനെയുള്ള എല്ലാവരുടേതുമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യൻ മതനിരപേക്ഷ ആശയമാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അതുകൊണ്ടാണ് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യയിൽ ആമുഖം രൂപപ്പെട്ടു വന്നത്. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലാണ് രാഹുൽ ഗാന്ധി പറയുന്നു ഇത് ഹിന്ദു രാഷ്ട്രമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇപ്പൊ കപട ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. ആ കപട ഹിന്ദുക്കളെ അധികാരത്തിൽ നിന്ന് മാറ്റണം, എന്നിട്ട് ശരിയായ ഹിന്ദുക്കളെ അധികാരത്തിലേക്കണം. അതായിരുന്നില്ല കോൺഗ്രസ് നയം. ശരിയായ ഹിന്ദുക്കളെ അധികാരത്തിലേക്കണം. എന്തുകൊണ്ട് ശരിയായ മുസൽമാൻ അധികാരത്തിലേക്കൂടാ? എന്തുകൊണ്ട് ശരിയായ ക്രിസ്ത്യാനിക്ക്, ഒരു ബുദ്ധമതക്കാരൻ, ഒരു ജൈനമതക്കാരൻ, ഒരു സിഖുകാരൻ, ഒരു പാഴ്സിക്ക് അധികാരത്തിൽ വന്നിട്ടുള്ള? എന്തുകൊണ്ട് ഒരു മതരഹിതൻ അധികാരത്തിൽ വന്നിട്ടുള്ള? ഭരിക്കുന്നവന്റെ ജാതിയും മതവും നോക്കാനല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ദൗത്യം മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചത് ആ മതനിരപേക്ഷതയുടെ നിലപാടായിരുന്നു നെഹ്റുവിന്റെ കാലം. പക്ഷെ നെഹ്റുവിനോടൊപ്പം കോൺഗ്രസിലെ മതനിരപേക്ഷതയിൽ മരണപ്പെട്ടു. പിന്നെ നെഹ്റു ഉണ്ടായില്ല, പിന്നെ കോൺഗ്രസിന്റെ മതനിരപേക്ഷതയും ഉണ്ടായില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യകാലത്ത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണാധികാരികളായി മുഖ്യമന്ത്രിമാരായി വന്നത് അവിടെ എവിടെയും മതം ആരും പരിഗണിച്ചതില്ല. 5% മാത്രം മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമായിരുന്നു ബീഹാർ. ഡോക്ടർ അബ്ദുൾ ഗഫൂർ ഒരിക്കൽ ബീഹാറിന്റെ മുഖ്യമന്ത്രിയെ ഒരു വർഗീയ കലാപം ഉണ്ടായില്ല, ആദ്യം ഒരു മതപ്രയാസം ഉണ്ടായി. രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിന്റെ പേര്, ഒരു കാലത്ത് സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിന്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായി. എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്? ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായ സംസ്ഥാനം ആസാം. ആസാമിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ല. ഡോക്ടർ സെഗ അൻവർ തൈമൂർ, ആ ഒരു പ്രയാസം. മഹാരാഷ്ട്രയിൽ പോയി അബ്ദുൾ റഹ്മാൻ അൻപുരെ ഒരിക്കൽ മുഖ്യമന്ത്രി. അങ്ങനെ എവിടെയെല്ലാം പോണ്ടിച്ചേരിയിൽ 3 തവണ എംഒഎച്ച് ഫാറൂഖ് മുഖ്യമന്ത്രി. ഞാൻ സൂചിപ്പിച്ചത് അക്കാലത്തൊന്നും ഈ ആന്റണി കേരളത്തിൽ 37ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രി. ഒരു കാര്യമായില്ല, പക്ഷെ മുഖ്യമന്ത്രിയായി. ഞാൻ പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പുകൾ, ഈ സ്ഥാനാരോഹണങ്ങൾ സ്വാഭാവികമായ ഒരു കാര്യമായി ഇന്ത്യൻ സമൂഹം ഉൾക്കൊണ്ടു. മതപരമായ സ്പർദ്ധ, വർഗീയമായ പ്രചരണം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. ഇന്ത്യൻ മതനിരപേക്ഷത കരുത്തോടെ നിന്നു. എന്നാൽ ഇപ്പോഴും ചിന്തിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട് കഴിയില്ല? ഇന്ത്യൻ സമൂഹത്തെ മതപരമായി വിഭജിക്കാൻ, വർഗീയതയുടെ വിഷലിപ്തമായ രാഷ്ട്രീയത്തെ പ്രചണ്ഡമായി ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ, അതിന്റെ ഭാഗമായി ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു പരിധി വരെ ബിജെപിക്ക് സാധിച്ചു. ബിജെപിയുടെ രാഷ്ട്രീയം എന്താണ്? വർഗീയതമാണ്. അത് വളരെ ലളിതമാണ്. മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെ വർഗീയവാദിയായ ഹിന്ദുവാക്കുക, അതാണ് ബിജെപിയുടെ രാഷ്ട്രീയ പദ്ധതിയുടെ ആകത്തുക. ഒരൊറ്റ വാക്കിൽ നമുക്കത് ചുരുക്കാൻ കഴിയും. മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെ വർഗീയവാദിയായ ഹിന്ദുവാണ്. അങ്ങനെ വരുമ്പോഴോ, അങ്ങനെ ഭൂരിപക്ഷപ്പെടുന്ന ഹിന്ദുക്കളിൽ വർഗീയ ചിന്ത കൊണ്ടുവന്നാൽ സ്വാഭാവികമായും അതിനൊരു പ്രതിഫലനം ഉണ്ടാവും. പ്രധാനപ്പെട്ട മറ്റൊരു മതവിഭാഗം ഇസ്ലാം, അവരും വർഗീയമായി രൂപീകരിക്കണം. അങ്ങനെ വെള്ളം കടക്കാത്ത അലക്കടക്ക പോലെ ഹിന്ദുക്കളെല്ലാം ഒരു ഭാഗത്ത്, മുസ്ലിങ്ങളെല്ലാം ഒരു ഭാഗത്ത്. ഇങ്ങനെ വേർതിരിച്ചാൽ ഏത് തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് ജയിക്കാം. എണ്ണത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഹിന്ദുക്കളാണ്. അപ്പൊ ഹിന്ദുവിനെ വർഗീയവൽക്കരിക്കുക, തദ്വാര മുസ്ലിങ്ങളെയും വർഗീയവൽക്കരിക്കുക. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ പാർട്ടി എന്ന നിലയിൽ അധികാരത്തിൽ വരാം എന്നതാണ് ലളിതമായ രാഷ്ട്രതന്ത്രം. അതാണ് കുറെ കാലമായി ഇന്ത്യയിൽ ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പക്ഷെ എന്തായിട്ടില്ല, 50% കിട്ടുകയായി. ഇപ്പോഴും 43% നിൽക്കുക. അതുകൊണ്ട് തീവ്ര വർഗീയവൽക്കരണം വീണ്ടും കൊണ്ടുപിടിച്ച് നടത്തുക. അതിനു വേണ്ടിയാണ് പശുവിന്റെ പേരിലുള്ള കൊല, ഇത്തരത്തിലുള്ള ചിന്തിക്കാൻ പോലും പ്രയാസമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഈ വർഗീയവൽക്കരണത്തെ ശക്തിപ്പെടുത്താനാണ്, ഹിന്ദു മുസ്ലിം സ്പർദ്ധ വളർത്തിക്കൊണ്ടുവരാണ്. അപ്പോ മതനിരപേക്ഷതയുടെ കുടിക്കൂട ഉയർത്തി വർഗീയതയെ പ്രതിരോധിക്കേണ്ട ചരിത്രപരമായ ബാധ്യത കോൺഗ്രസിനുണ്ട്.
കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക്. എന്നാൽ കോൺഗ്രസ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. കോൺഗ്രസ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി വർഗീയതയുടെ ഓരം ചേർന്ന് മറ്റൊരു BJP ആകാൻ ശ്രമിക്കുക. ആ ശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത്. പക്ഷെ ആ ശ്രമം ഇന്ത്യയിൽ വിജയിക്കില്ല. എന്തുകൊണ്ട്? കോൺഗ്രസും BJPയും വർഗീയത കൈകാര്യം ചെയ്താൽ, വർഗീയതയാൽ സ്വാധീനിക്കപ്പെട്ടവൻ കൂടുതൽ ശക്തമായ വർഗീയതയോടൊപ്പം നിൽക്കും. വർഗീയത കാലത്ത് കോൺഗ്രസ് BJPയോട് മത്സരം ചെയ്യിക്കാൻ പറ്റില്ല. കറകളഞ്ഞ വർഗീയതയാണ് BJPയുടെ വർഗീയത. അപ്പൊ വർഗീയതയാൽ സ്വാധീനിക്കപ്പെട്ടവൻ ശക്തമായ വർഗീയതയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ മതനിരപേക്ഷ ചേരിക്ക് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് വർഗീയതയുടെ ഓരം ചേരുന്നു എന്ന ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം എത്തുന്നത്. ഇവിടെ മതനിരപേക്ഷതയുള്ള കാവലാളുകളായി നിൽക്കാൻ നമുക്ക് സാധിക്കും. കലാലയങ്ങളിൽ നിന്നും മതനിരപേക്ഷതയുടെ കരുത്തുറ്റ ശബ്ദം മുഴങ്ങണം. ഒരു വർഗീയവാദിയോട് സന്ധി ചെയ്യുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കാനാവാം. ഇപ്പൊ മുൻപൊക്കെ വർഗീയത പച്ചയ്ക്ക് പറയാൻ മനുഷ്യർക്കും മടിയായി, നാണക്കേട്. ഉള്ളിന്റെ ഉള്ളിൽ ഇത്തിരി വർഗീയതയുണ്ടെങ്കിൽ പുറത്തേക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഇപ്പൊ അത് പ്രയാസം മാറി വരികയാണ്. നമ്മൾ വിലയിരുത്തണം, മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നു, തുടർ ഭരണം കിട്ടി. അതിന്റെ സന്തോഷകരമാണ്. വീണ്ടും അധികാരത്തിൽ ഇടതുപക്ഷം വന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷം തുടർ ഭരണത്തിലേക്ക്. SFIയെ സംബന്ധിച്ചാണെങ്കിൽ ക്യാമ്പസിൽ മുഴുവൻ SFIകളോ. പക്ഷെ ഈ ആഹ്ലാദം നമ്മെ വിശ്രമിക്കാൻ അനുവദിക്കുന്നതല്ല. തെരഞ്ഞെടുപ്പിൽ നാം അസൂയാവഹമായ വിജയം നേരിടുമ്പോഴും വർഗീയതയുടെ സ്വാധീനം ഈ കേരളത്തിലും തുടച്ചു നീക്കാനായി എന്ന് നമുക്ക് പറയാനാവില്ല. വർഗീയത സജീവമായ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. നവമാധ്യമങ്ങളിൽ നിന്ന് നോക്കും, പച്ചയായ വർഗീയത പറയാൻ, ജാതീയത പറയാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾക്ക് ഒരു കുറ്റകൃത്യത്തിന്റെ വാർത്ത പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ ആ വാർത്ത വായിച്ച് അതിലെ പ്രതിയുടെ പേര് മനസ്സിലാക്കി അത് ഏത് മതത്തിൽപ്പെട്ടയാളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയുക്തമായ പ്രചാരകാര നടത്തുക. പണ്ടിനൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കഞ്ചാവ് കേസിൽ 4 പേർ ക്ലീനായി പറഞ്ഞാൽ അവിടെ കഴിയുവാ. ഇന്നതല്ല, ആ 4 പേരുടെ പേര്. അപ്പൊ പേര് ഏറെ മതം മനസ്സിലാവും. അപ്പൊ അതിനെ മതവുമായി ബന്ധപ്പെടും. ഇതാ അടുത്ത പ്രസംഗം ആരംഭിക്കുക. പണ്ടിനെ ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷെ വിഷം എത്ര കുറഞ്ഞ അളവിലാണെങ്കിലും അത് വിഷമാണ്. അത് ജീവാപായം ഉണ്ടാക്കും എന്നുകൊണ്ടാണ് ദീർഘകാലമായി RSS നടത്തിയ ഒരു പ്രചരണ പദ്ധതിയുടെ തുടർച്ചയാണ്. RSS ആണ് ഈ വർഗീയതയ്ക്ക് പൊതുമണ്ഡലത്തിൽ കുറച്ച് ആളുകളെയെങ്കിലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. അത് RSSൽ നിന്ന് ഏറ്റുവാങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അവരുടേതായ നിലയിലും പണി നടന്നത് നമ്മൾ കണ്ടോ. താലിബാൻ അഫ്ഗാനിൽ അധികാരം പിടിക്കുമ്പോൾ ആവേശം കൊള്ളുന്ന മാനസികാവസ്ഥയുള്ള ഒരു കൂട്ടം ആളുകളായി കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മാറുന്നു. മനുഷ്യർക്കാർക്കെങ്കിലും എഴുതുകയായിരുന്നു. സ്കൂളിൽ പോയാൽ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അപ്പൊ വെടിവെച്ചു ഒരു പുരുഷൻ താടി ഒഴിച്ചാൽ അവിടെ തല വെട്ടിക്കണം. ബാർബർ ഷോപ്പുകൾ മുഴുവൻ നടത്തുന്നുണ്ട്. ബാർബർ ഷോപ്പിലൂടെ എന്തൊക്കെ പ്രയോഗങ്ങൾ താലിബാൻ എത്ര ആലോചിച്ചു മനസ്സിലാവും. വർഗീയതയുടെ പ്രയോഗങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നതാണ് RSSും പോപ്പുലർ ഫ്രണ്ടും കേരളത്തിലെ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇത് നമ്മുടെ നാടിനെ ആപത്തിലേക്ക് നീക്കി. ഇവിടെ കലാലയങ്ങളിൽ നിന്നും മനുഷ്യത്വത്തിന്റെ മഹത്തായ മഹാഗാഥകൾ ഉയർന്നു വരേണ്ട സമയമാണ്. വിദ്യാസമ്പന്നരുടെ തലമുറ കലാലയങ്ങളിൽ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള അതികഠിനമായി വർഗീയതയെ അകറ്റി നിർത്തും എന്ന് ഉറപ്പുവരുത്താൻ SFIക്ക് കഴിയണം. നമ്മുടെ നാട് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ വർഗീയതയുടെ അപകടം ദർശിച്ചിട്ടുള്ളതാണ്.
അപ്പൊ ഗാന്ധിജി കൊല്ലപ്പെട്ടു. ഗോഡ്സെ എന്തിനാണ് ഗാന്ധിജിയെ കൊന്നത്? വ്യക്തിപരമായ വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. ഗോഡ്സെയുടെ കയ്യിൽ നിന്ന് ഗാന്ധിജി കാശ് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതിന്റെ തർക്കം ഉണ്ടാക്കി ഒളിച്ചുകൊള്ളണം. അത് നമ്മൾ വലിയ കാര്യം. പലതവണ ഗാന്ധിജിയെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും ഫലവത്തായി. അവസാനത്തെ ശ്രമമാണ് ജയിച്ചത്. എന്തിനാണ് പോകുന്നത്? 1948 ജനുവരി 30 വൈകുന്നേരം പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോകുന്ന ഗാന്ധിജിയെ ഗോഡ്സെ വെടിവെച്ച് കൊല്ലുന്നു. അതിന് 2 ആഴ്ച മുമ്പ് വേറെ കമശ്രമം നടന്നതാണ്. ഇന്ത്യ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് ഭരണാധികാരം പങ്കിടുന്നതിന്റെ നിരക്കിൽ ഗാന്ധിജിക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അത് നിൽക്കട്ടെ. ഗാന്ധിജി കൊല്ലപ്പെട്ടു. കൊലയാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുവന്നു. അപ്പൊ ഗാന്ധിജിയുടെ ഇളയ മകൻ ദേവദാസ് ഗാന്ധി ഈ വിവരം അറിഞ്ഞ് വെപ്രാളപ്പെട്ട് ഓടിക്കെതിച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പൊ അവിടെ ഗോഡ്സെയും ദേവദാസ് ഗാന്ധിയും മുഖാമുഖം കാണുകയും ചരിത്രത്തിലെ വളരെ സവിശേഷമായ ഒരു മുഹൂർത്തമാണ്. യാതൊരു സങ്കോചവുമില്ലാത്ത ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ അടുത്ത് നിന്ന് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗോഡ്സെ, ഹിന്ദു രാഷ്ട്രയുടെ പത്രാധിപരാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായി. ദേവദാസ് ഗാന്ധി ഒരു പത്രപ്രവർത്തകനായി. അത് ചരിത്രത്തിലെ മറ്റൊരു തോന്നുന്നു. ഗാന്ധിജി 6 പത്രങ്ങളുടെ പത്രാധിപരാണ്. അത് മറ്റൊരു. ഇപ്പൊ ഗോഡ്സെ പറയുകയാണ്, ഞാൻ ഹിന്ദു രാഷ്ട്രങ്ങളുടെ പത്രാധിപൻ. എന്തു പറയണമെന്നറിയാതെ പിതാവ് കൊല്ലപ്പെട്ട വാർത്ത ഏൽപ്പിച്ച ആഘാതം സ്തംഭിച്ചു നിൽക്കുകയാണ് ദേവദാസ് ഗാന്ധി. ഗോഡ്സെ തുടർന്നു. ഗോഡ്സെ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ നഷ്ടമായിരിക്കും. നിർഭാഗ്യവശാൽ ഞാനാണ് അതിന്റെ കാരണക്കാരൻ. ഞാനാണ്. പക്ഷേ നിങ്ങൾ ദയവായി ഒരു കാര്യം വിശ്വസിക്കണം. നിങ്ങളുടെ പിതാവിനോട് എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. എനിക്ക് അദ്ദേഹത്തോട് ഒരു ശത്രുതയും ഉണ്ടായിരുന്നില്ല, ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം എന്ന് പറയാം. ഇത്രയുമായപ്പോ ദേവദാസ് ഗാന്ധി ഇടറിയ ശബ്ദത്തിൽ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനെന്ത് ചെയ്യും? അതിന് ഗോഡ്സെ പറയുന്ന മറുപടി, ഇന്ത്യ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മറുപടി. ആ മറുപടി ഇങ്ങനെയാണ്. ഗോഡ്സെയുടെ മറുപടി, the reason is political, purely political and political alone. The reason is political and purely political. രാഷ്ട്രീയമാണ്, മറ്റൊന്നുമല്ല, രാഷ്ട്രീയം മാത്രം. എന്നിട്ട് ഗോഡ്സെ പറയുന്നു, ആ രാഷ്ട്രീയം എന്താണ് എന്ന് എനിക്ക് നിങ്ങളോട് വിശദീകരിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ഒരു 1/2 മണിക്കൂർ സമയമാണ്. ഈ പോലീസുകാരൊക്കെ അതിന് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അത് നിങ്ങളോട് വിശദീകരിക്കും. പക്ഷെ പോലീസ് അദ്ദേഹത്തിന് സംബന്ധിച്ച് അദ്ദേഹത്തെ ലോകപ്പിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് അദ്ദേഹത്തെ വിശദീകരിക്കാൻ പറ്റി. പക്ഷെ ഗാന്ധി വധത്തിന്റെ വിചാരണ വേളയിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദേവദാസ് ഗാന്ധിയോട് വിശദീകരിക്കാൻ കഴിയാതെ പോയ ആ രാഷ്ട്രീയം കോടതി പോയി ഗോഡ്സെ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഗോപാൽ ഗോഡ്സെ ആ വിശദീകരണം വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറക്കി. ആ പുസ്തകം ഇപ്പോൾ ലഭ്യമാണ്. അതിൽ ഗോഡ്സെ വിശദീകരിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊണ്ടു. ആ രാഷ്ട്രീയകാരൻ, ആ രാഷ്ട്രീയത്തെയാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞാതാവ് ഗോൾവാൾക്കറാണ്. അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്നും 6ാമത്തെ മാതൃപേക്ഷയെ തുടർന്ന് വിമോചനം നേടി രത്നഗിരിയിൽ വന്ന് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് ദ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ. എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ. ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്ന ആ പുസ്തകത്തിലാണ്. ആ പുസ്തകം എഴുതിയത് അറിഞ്ഞാണ് കേശവ ഖഡ്ഗവാർ രത്നഗിരിയിൽ വന്ന് സവർക്കറെ നേരിട്ട് കാണും. അങ്ങനെ കണ്ട് കൂടിയാലോചന നടത്തി സവർക്കറുടെ ഉപദേശം സ്വീകരിച്ചാണ് 1925 RSS രൂപീകരിക്കുന്നത്. ആ രാഷ്ട്രീയ പദ്ധതിയുമാണ് അയാൾ RSS മുമ്പോട്ട് പോകുന്നത്. അത് മതരാഷ്ട്രവാദത്തിന്റെ രാഷ്ട്രീയ പദ്ധതി. ആ മതരാഷ്ട്രവാദമാണ് ഗോഡ്സെയെ കൊണ്ട് തോൽപ്പിച്ചത്. സവർക്കറുടെ
എല്ലാ ആശീർവാദത്തോടെയുമാണ്, എല്ലാ പിന്തുണയോടെയുമാണ്, പ്രോത്സാഹത്തോടെയും പ്രേരണയോടെയുമാണ് ഗോഡ്സെ ഗാന്ധി വധം നിർവഹിച്ചത്. ആ ഗാന്ധി വധത്തിന് കാരണമായ മതരാഷ്ട്രവാദമാണ്, ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പദ്ധതിയാണ് RSS അന്നു മുതൽ പിന്തുടരുന്നത്. ആ ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന ഗുരുവാക്യങ്ങളായി തന്നെ വിചാരധാര ഗോൾവൽക്കർ പിന്നീട് എഴുതിയ വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കിയ ശേഷം മാത്രമേ യഥാർത്ഥ ഹിന്ദു രാഷ്ട്രം സാധ്യമാവുന്നു എന്ന് പറയും. 19, 20, 21 അധ്യായങ്ങളായി അഭ്യന്തര ഭീഷണികൾ എന്ന തലക്കെട്ടിലാണ് വിചാരധാരയിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും അടയാളപ്പെടുന്നു. ഈ മൂന്ന് കൂട്ടർ മതരാഷ്ട്രവാദത്തിന് ഭീഷണി, ഈ മൂന്ന് കൂട്ടരെയും ഇല്ലായ്മ ചെയ്യാൻ നാലാമത് ഒരു കൂട്ടർ കൂടി അത് അങ്ങനെ അടയാളപ്പെടുത്തി പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഉടനീള പ്രവർത്തന പദ്ധതികളിൽ അത് പ്രഖ്യാപിക്കുന്നു. അത് ദളിതരാണ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങേയറ്റം അപകടകരമായ രാഷ്ട്രീയ പദ്ധതിയാണ് RSSന്റെ. ആ പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് പൗരത്വ ഭേദഗതി നിയമം. അപ്പോഴേക്ക് കോവിഡ് കൊണ്ടുപോകും. അതുകൊണ്ട് നടപടികളൊക്കെ ഇന്ത്യയിൽ സാവധാനത്തിലാണ്. വരാനിരിക്കുന്നത് കൂടുതൽ അപകടകരമായ വാർത്തകളും അനുഭവങ്ങളുമാണ്. നമ്മുടെ രാജ്യം ഈ യാഥാർത്ഥ്യത്തെ നേരിടാൻ പോകും. അവിടെ മതനിരപേക്ഷതയുടെ മുദ്രാവാക്യം കൂടുതൽ കരുത്തോടെ ഉയർത്തി വർഗീയതയെ ഈ മണ്ണിൽ വെച്ചു പൊറപ്പിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ SFIക്ക് സാധിക്കും. നമ്മുടെ ക്യാമ്പസ് പ്രവർത്തനങ്ങൾ, ക്യാമ്പസുകളാണ് ലോകത്തിൽ പലപ്പോഴും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വിയറ്റ്നാമിൽ അമേരിക്കൻ അധിനിവേശത്തിന്റെ കാലത്ത് അമേരിക്കക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം തിളച്ചു മറിഞ്ഞത്, പ്രതിഷേധത്തിന്റെ തിരയുണങ്ങാത്ത കടലിരമ്പിയത് കലാലയങ്ങളിലാണ്. നമ്മുടെ കേരളത്തിലെ കോളേജുകൾ വിദ്യാർത്ഥി സമൂഹം ഒന്നടക്കം അന്ന് പ്രതിഷേധിച്ചു. ഈ കോഴിക്കോട്ടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ കോളേജിൽ പ്രകടനം നടത്തിയാൽ അമേരിക്ക മേടിക്കോ എന്ന് ചോദിച്ചവരുള്ളത്. പക്ഷെ അന്ന് ലോകമാകെയുള്ള കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ മഹത്തായ പ്രക്ഷോഭം അലയിച്ചുകൾ അന്ന് SFI വിളിച്ചത് മുദ്രാവാക്യം, ഒരു കയ്യാൽ തേയില കൊള്ളുമ്പോൾ മറുകയ്യാൽ തോക്കേന്നു, വിയറ്റ്നാം താഴ്വരകളിലെ വനിതകൾ ഞങ്ങൾക്ക് ആവേശം എന്ന മുദ്രാവാക്യം. ആ സമരങ്ങൾ ഏറ്റവും രൂക്ഷമായി അലയടിച്ചത് അമേരിക്കൻ സൈന്യത്തിനും ഗവൺമെന്റിനുമെതിരെ ഞങ്ങൾ വിയറ്റ്നാമിന്റെ പക്ഷത്താണ്, ഞങ്ങൾ ലോകത്തിലെ ആക്രമിക്കപ്പെടുന്ന മനുഷ്യരുടെ പക്ഷത്താണ് എന്ന നിലപാട് അമേരിക്കയിലെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. അന്നാണ് അമേരിക്കയിലെ ഒഹിയോയിലെ കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ സൈന്യത്തിന്റെയും ഗവൺമെന്റിന്റെയും നെറികേടിനെതിരെ മഹത്തായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളുടെ നേരെ അമേരിക്കൻ പട്ടാളത്തിൽ നിന്ന് കൈവരിക്കേണ്ടതായി വന്നത് 4 വിദ്യാർത്ഥി നേതാക്കന്മാർ, അതിലൊന്നൊരു പെൺകുട്ടിയെ അവിടെ രക്തസാക്ഷിത്വം വഹിച്ചു. അമേരിക്കയുടെ തെറ്റായ ചെയ്തികൾക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ അമേരിക്കൻ മണ്ണിൽ രക്തസാക്ഷിത്വം വഹിച്ച വിദ്യാർത്ഥികളുടെ സമരം അന്ന് ലോകത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കിട്ടി. വിയറ്റ്നാമിന്റെ മണ്ണിൽ നിന്ന് അമേരിക്കയ്ക്ക് തോറ്റ് തുണ്ടപ്പാടി ഓടേണ്ടി വന്നു. അത് ലോകമാകെ ഉയർന്ന ഒരു മഹത്തായ ചെറുത്തുനിൽപ്പിന്റെ കൂടി ഭാഗമായി ഞാൻ സൂചിപ്പിച്ചത്. കലാലയങ്ങൾക്ക് ലോകത്തെ പിടിച്ചു തുലുക്കാനുള്ള ശേഷിക്കുന്നു. നാളത്തെ ലോകം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുക ഇന്നത്തെ ക്യാമ്പസുകളാണ്. തോമസ് ആവിഷ്കരിച്ചു ഞാൻ ചെയ്തു വന്നത്. അതിനെ മലയാളത്തിലേക്ക് കാവ്യാത്മകമായി ആരും പരിഭാഷപ്പെടുത്തിയിരുന്നു. അതിങ്ങനെയാണ്: ആമസോൺ വനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി വെച്ച ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റിന്റെ കാരണമായിരിക്കും എന്നാണ് ഞാൻ ആവർത്തിക്കുന്നു. ആമസോൺ വനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി വെച്ച അങ്ങ് ദൂരെ ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റായിരിക്കും എന്നാണ്. അപ്പോ ഇന്ന് നാം വിളിക്കുന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണർന്നു വരുന്ന ഒരു ആശയം, ഒരു ചിന്ത, ഒരു നിലപാട് നാളെ ലോകത്തിന്റെ ഗതിയെ അഗാധമായി സ്വാധീനിക്കുക മാത്രമല്ല നിർണയിക്കുകയും ചെയ്യുന്ന
അടുത്തതായി SFI ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം നൽകുന്നതിനായി ജില്ലാ സെക്രട്ടറി ജോബി സഞ്ജീവ്സിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി സ്വരാജ് ക്ഷണിച്ചു കൊടുക്കുന്നു.